ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കാൻ ഇലക്ഷൻ കമ്മീഷനോട് സുപ്രീംകോടതി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമേ പോസ്റ്റൽ ബാലറ്റ് അനുവദിക്കുകയുള്ളൂ എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. LP, UP സ്കൂളുകൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ അടിയന്തരമായി സ്കൂളുകൾ ആരംഭിക്കണമെന്ന സുപ്രീംകോടതി വിധി സർക്കാർ ഗൌരവമായി പരിശോധിച്ചു വരികയാണെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. മണ്ഡലകാലം ആരംഭിച്ചതു മുതൽ ഇതുവരെ ദർശനം നടത്തിയത് 9 ലക്ഷത്തിലധികം പേർ. സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സയ്യിദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഒഡീഷയ്ക്കെതിരെ കേരളത്തിന് 10 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ജനങ്ങളുടെ ആത്മാഭിമാനവും അന്തസ്സും ഉറപ്പുവരുത്താൻ ഭരണഘടനയ്ക്ക് സാധിച്ചതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹി സംവിധാൻ സദനിലെ സെൻട്രൽ ഹാളിൽ നടന്ന സംവിധാൻ ദിവസ് പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കാൻ ഇലക്ഷൻ കമ്മീഷനോട് സുപ്രീംകോടതി. SIR-നെതിരെ കേരളത്തിന്റെ ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. 99% വോട്ടർമാർക്കും എന്യൂമറേഷൻ ഫോമുകൾ നൽകിയതായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ ചൂണ്ടിക്കാട്ടി SIR പ്രക്രിയ മാറ്റിവെക്കേണ്ട സാഹചര്യം ഇല്ല എന്നും ഇലക്ഷൻ കമ്മീഷൻ സുപ്രീംകോടതിയെ ധരിപ്പിച്ചു. അതേസമയം ഹർജിയിൽ ഇടപെടണോ എന്ന കാര്യത്തിൽ ഡിസംബർ 2 തീരുമാനമെടുക്കാമെന്ന് കോടതി അറിയിച്ചു. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ 2ാം ഘട്ടത്തിൽ ഇതുവരെ 50,54 ലക്ഷത്തിലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഈ മാസം 4-നാണ് SIR 2ാം ഘട്ടം ആരംഭിച്ചത്. ഫെബ്രുവരി 7 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 1,06,81,040 ആയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു. കേൽക്കർ. 50 ഫോമുകളിൽ താഴെ ഡിജിറ്റൈസ് ചെയ്ത BLO-മാരുമായി സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളും പ്രചാരണ പരിപാടികളും പുരോഗമിക്കുകയാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർമാർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വിവരങ്ങൾ കൂടി ആകാശവാണി വാർത്തകളിൽ ഉൾപ്പെടുത്തുകയാണ്. ഇന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് മനസ്സിലാക്കാം. രാജ്യത്ത് വിവിധ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുള്ള ചുമതല ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്നിവയ്ക്കാണുള്ളത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന. ജ്ഞാനേഷ് കുമാറാണ് നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ലോക്സഭ, രാജ്യസഭ, നിയമസഭകൾ എന്നിവയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നതും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും വോട്ടർ തിരിച്ചറിയൽ കാർഡ് നൽകുന്നതും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിൽ സംസ്ഥാനങ്ങളുടെ ചുമതല ചീഫ് ഇലക്ടറൽ ഓഫീസർക്കാണ്. രത്തൻ യു. കേൽക്കറാണ് സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമേ പോസ്റ്റൽ ബാലറ്റ് അനുവദിക്കുകയുള്ളൂ എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡ്യൂട്ടിയിൽ അല്ലാത്ത ഒരു വിഭാഗത്തിനും ഈ സൗകര്യം ഏർപ്പെടുത്താൻ കഴിയില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ഡ്യൂട്ടിയിലുള്ള സമ്മതിദായകർക്കുള്ള തപാൽ ബാലറ്റുകൾ ഇന്നു മുതൽ വിതരണം ചെയ്തു തുടങ്ങി. ആലപ്പുഴ ജില്ലയിലെ 6 നഗരസഭകളിലും ശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണയും അരങ്ങേറുന്നത്. 3 മുന്നണികളും 1ാം ഘട്ട പ്രചാരണം പൂർത്തിയാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. സ്ഥാനാർത്ഥി സംഗമങ്ങളിൽ സംസ്ഥാനതല നേതാക്കൾ തന്നെ എത്തി. സ്ഥാനാർത്ഥികളിൽ പുതുമുഖങ്ങൾക്കാണ് 3 മുന്നണികളും പരിഗണന നൽകിയിട്ടുള്ളത്. കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും സ്ഥാനാർത്ഥി സംഗമങ്ങളിൽ പങ്കെടുത്തു. ജില്ലയിലാകെ 5219 പേരാണ് മത്സരരംഗത്തുള്ളത്. 18,02,555 വോട്ടർമാരുണ്ട്. വോട്ടർമാരിലും സ്ഥാനാർത്ഥികളിലും ഭൂരിപക്ഷം സ്ത്രീകളാണ്. തെരഞ്ഞെടുപ്പ് വിഭാഗം നിയോഗിച്ച പൊതുനിരീക്ഷക K. ഹിമയുടെ നേതൃത്വത്തിൽ ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാതല യോഗവും ചേർന്നു. രാജ്യത്ത് റെയർ എർത്ത് പെർമനന്റ് മാഗ്നറ്റിന്റെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിന് 7,280 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഇലക്ട്രിക് വാഹനങ്ങൾ, പുനരുപയോഗ ഊർജ്ജം, ഇലക്ട്രോണിക്സ്, എയ്റോസ്പേസ് എന്നിവയുടെ നിർമ്മിതിയിൽ അത്യന്താപേക്ഷിതമാണ് റെയർ എർത്ത് മാഗ്നറ്റുകൾ. നിലവിൽ രാജ്യം ഇറക്കുമതിയെ ആണ് ആശ്രയിക്കുന്നത്. പൂനെ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിലും മന്ത്രിസഭ അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
സംസ്ഥാനത്ത് LP, UP സ്കൂളുകൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ അടിയന്തരമായി സ്കൂളുകൾ ആരംഭിക്കണമെന്ന സുപ്രീം കോടതിയുടെ വിധി സംസ്ഥാന സർക്കാർ ഗൌരവമായി പരിശോധിച്ചു വരികയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മലപ്പുറം ജില്ലയിലെ ഏലം റയിൽ സ്കൂൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിലെ വിധി മാനിക്കുന്നുവെങ്കിലും പ്രായോഗിക വശങ്ങൾ പരിശോധിച്ച് പുനഃപരിശോധനാ ഹർജി നൽകുന്നത് പരിഗണിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥ K. സൽമ ജന്നത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ച് കേരള ഹൈക്കോടതി. കേസിൽ 6ാം പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്യരുതെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താനും ഇതിൽ ഉൾപ്പെട്ട ദേവസ്വം ഉദ്യോഗസ്ഥരെ തിരിച്ചറിയാനും ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചു. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു. മണ്ഡലകാലം ആരംഭിച്ചതു മുതൽ 9 ലക്ഷത്തിലധികം പേരാണ് ഇതുവരെ ദർശനം നടത്തിയിട്ടുള്ളത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ശബരിമല സന്നിധാനത്തേക്ക് തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ്. കൃത്യമായ നിയന്ത്രണങ്ങളിലൂടെ പമ്പ മുതലേ ഭക്തരെ കടത്തിവിടുന്നതിനാൽ തിക്കും തിരക്കുമില്ലാതെ ഏവർക്കും സന്നിധാനത്തെത്തി ദർശനം നടത്താനാകുന്നുണ്ട്. ഇന്നു രാവിലെ നട തുറന്നതു മുതൽ വൈകിട്ട് 4 വരെയുള്ള കണക്കുപ്രകാരം 62,698 പേർ ദർശനം നടത്തി. 4,710 പേരാണ് ഇന്ന് സ്പോട്ട് ബുക്കിംഗിലൂടെ ദർശനം നടത്തിയത്. മണ്ഡലകാലം ആരംഭിച്ചതു മുതൽ 9 ലക്ഷത്തിലധികം പേരാണ് ഇതുവരെ ദർശനം നടത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 29 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന കായികോത്സവം ബഡ്സ് ഒളിമ്പ്യ 2025 നാളെ കണ്ണൂർ പോലീസ് മൈതാനിയിൽ 35 ഇനങ്ങളിലാണ് മത്സരം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജില്ലയിലെ 34 ബഡ് സ്കൂളുകളിൽ നിന്നായി 300ഓളം വിദ്യാർത്ഥികൾ കായിക മത്സരത്തിൽ പങ്കെടുക്കും. കുട്ടികളുടെ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കായികപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ബഡ്സ് ഒളിമ്പ്യ സംഘടിപ്പിക്കുന്നത്. 2 മാസത്തോളം നീണ്ടുനിന്ന പരിശീലനത്തിന് ശേഷമാണ് കായിക താരങ്ങൾ മത്സരിക്കാനായി എത്തുന്നത്. കുട്ടികളുടെ മാർച്ച് പാസ്റ്റോടെ ബഡ്സ് ഒളിമ്പ്യ ആരംഭിക്കും. സയ്യിദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഒഡീഷയ്ക്കെതിരെ കേരളത്തിന് 10 വിക്കറ്റ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഒഡീഷ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസ് നേടി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കേരളം 21 ബോൾ ബാക്കി നിൽക്കെ ലക്ഷ്യം നേടി. വെള്ളിയാഴ്ച റെയിൽവേസുമായിട്ടാണ് കേരളത്തിന്റെ അടുത്ത മത്സരം. ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ സഹകരണത്തോടെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഭരണഘടനാ ദിന ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ മണക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ സൂര്യഗായത്രി VJ, അബിയ S എന്നിവരടങ്ങുന്ന ടീം 1ാം സ്ഥാനം നേടി. കിളിമാനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദർശ് PR, ചിന്മയ MB എന്നിവരടങ്ങുന്ന ടീമിന് 2ാം സ്ഥാനവും നേമം വിക്ടറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ അഭിനവ് AA, അനൂപ് AS എന്നിവരടങ്ങുന്ന ടീം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ആകാശവാണി റീജിയണൽ ചാനൽ മാനേജർ ഡോക്ടർ AG ബൈജു, പ്രോഗ്രാം മേധാവി PA ബിജു, തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ജീവ മരിയ ജോയ്, വാർത്താ വിഭാഗം മേധാവി ലെമി G നായർ, വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ മത്സര വിജയികൾക്കുള്ള പുരസ്കാരവും പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 30 രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും മറ്റന്നാൾ വരെ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ അറിയിക്കാം. എറണാകുളം മുനമ്പത്തെ താമസക്കാരിൽ നിന്ന് നികുതി സ്വീകരിക്കാൻ കേരള ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു. ഭൂസംരക്ഷണ സമിതിയും മറ്റു സ്വകാര്യ വ്യക്തികളും സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് C. ജയചന്ദ്രൻ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കാൻ ഇലക്ഷൻ കമ്മീഷനോട് സുപ്രീം കോടതി. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമേ പോസ്റ്റൽ ബാലറ്റ് അനുവദിക്കുകയുള്ളൂ എന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. LP, UP സ്കൂളുകൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ അടിയന്തരമായി സ്കൂളുകൾ ആരംഭിക്കണമെന്ന സുപ്രീം കോടതി വിധി സർക്കാർ ഗൌരവമായി പരിശോധിച്ചു വരികയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. മണ്ഡലകാലം ആരംഭിച്ചതു മുതൽ ഇതുവരെ ദർശനം നടത്തിയത് 9 ലക്ഷത്തിലധികം പേർ. സംസ്ഥാന
സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സയ്യിദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഒഡീഷയ്ക്കെതിരെ കേരളത്തിന് 10 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.